أعوذ بالله من الشيطان الرجيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമുള്ള മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും നേടിയെടുക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൽപ്പനേരം ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ള വിഷയം നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ബിർറുൽ വാലിദൈൻ എന്ന വിഷയമാണ്. മാതാപിതാക്കളോടുള്ള നന്മ ചെയ്യലും പുണ്യം ചെയ്യലും എന്നാണ് അതിന്റെ ഉദ്ദേശം. സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയും അതുതന്നെയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ അറിയാമെങ്കിലും പറയുന്നുവെങ്കിലും പ്രായോഗിക തലത്തിലെത്തുമ്പോൾ ആ രംഗത്ത് ഗുരുതരമായ വീഴ്ചകൾ ദിനേന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിടയിൽ. ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം വളരെ പ്രാധാന്യപൂർവം അവരവരുടെ മാതാപിതാക്കളോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തിയവരാണ്. ഇസ്ലാമിന്റെ ശത്രുവായിരുന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനെ വളരെ ആദരവോടുകൂടിയാണ് അഭിസംബോധന ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബാപ്പ, അദ്ദേഹത്തിന്റെ ആദർശം എന്താണെന്നും നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലത്ത് അതിന് നേരെ വിപരീതമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും എത്രത്തോളം വിഗ്രഹങ്ങളെ തന്റെ കൈകൊണ്ട് നിർമ്മിച്ച് മണ്ണിലും അതുപോലെ തന്നെ തടിയിലുമൊക്കെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെയും പ്രതിമകളെയും അത് ആരാധിക്കുവാൻ വേണ്ടി സമൂഹത്തിന്റെ മുമ്പിൽ സെയിൽസ് ചെയ്തിരുന്ന, അത് വിറ്റുകൊണ്ട് നടന്നിരുന്ന ശിർക്കിന്റെ ഒരു ഹോൾസെയിൽ വ്യാപാരി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളായിരുന്നു ആ പിതാവ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട്
ഈ സത്യത്തിൻ്റെതായ പ്രബോധനം ആരംഭിക്കുന്നത് തന്നെ സ്വന്തം വീട്ടിൽ നിന്നാണ്. അതെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം തന്നെ തന്റെ പിതാവിനോട് പോയിട്ടാണ് പറയുന്നത്, യാ അബതി, എന്റെ പൊന്നു പിതാവേ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ നമുക്ക് 3-4 സ്ഥലത്ത് യാ അബതി, യാ അബതി, യാ അബതി, യാ അബതി 4 സ്ഥലത്ത് കാണാം. ഒക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. എന്നിട്ട് വളരെ സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത്, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്തിനാണ് ഉപ്പ നിങ്ങൾ ഈ കാണാത്ത, ഒന്നും കേൾക്കാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തു തരാൻ കഴിയാത്ത ഇവയെയെല്ലാം പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, അവയോടൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ആ ദഅവത്തിന്റെ ആ വിഷയമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ തന്റെ പിതാവ് തന്റെ ആദർശ വിരോധിയായിരുന്നിട്ട് പോലും ആ സംസാരത്തിൽ ഇസ്ലാം എത്തിച്ചു കൊടുക്കുന്ന ആ കാര്യത്തിൽ തന്റെ പിതാവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ 2 പാഠങ്ങൾ പഠിക്കണം. ഒന്ന്, എന്റെയും നിങ്ങളുടെയും ഒക്കെ ബാധ്യതയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കായിരിക്കണം നമ്മൾ മനസ്സിലാക്കിയ സത്യത്തിന്റെ സന്ദേശം ആദ്യം എത്തിച്ചു കൊടുക്കേണ്ടത്. അതതിന്റെ പരമപ്രധാനമായ ഒരു പാഠമാണ്. എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾ ഹയാത്തിലുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാം മനസ്സിലാക്കിയ ഒരു സത്യം, അത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പരലോകത്ത് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം അതാണെന്നും, അതല്ലെങ്കിൽ നരകത്തീയിലേക്കാണ് നമ്മൾ അതപ്പതിച്ചു പോവുക, വീണു പോവുക എന്നും നമുക്ക് കൃത്യമായി ബോധ്യം വന്ന ഒരു വിഷയം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ ആദ്യമായി നമ്മളത് പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. കാരണം എന്താണ്? നമുക്ക് അള്ളാഹുവിനെ കഴിഞ്ഞാൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമുക്ക് കടമകളും അതുപോലെ തന്നെ പ്രാധാന്യങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ടത്, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കടമകൾ പഠിപ്പിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ മാതാപിതാക്കളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. നിന്റെ റബ്ബ് കൃത്യമായി തന്നെ വിധി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പനയാണ്, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, നിങ്ങൾ അവനെയല്ലാതെ ആരാധിക്കരുതെന്ന്. അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമയും അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകടമാക്കേണ്ടത്? എന്റെ ഉമ്മയും ഉപ്പയും ഒരിക്കലും നരകത്തിൽ പോകാൻ പാടില്ല. എന്റെ ഉമ്മയും ഉപ്പയും നരകത്തിയിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നരകത്തിയിലേക്ക് പോകുന്ന വല്ല പ്രവർത്തനങ്ങളും അവരിൽ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമായാൽ അവരോടാണ് നമ്മൾ ആദ്യം പറഞ്ഞു സ്നേഹത്തോടുകൂടി തിരുത്തി കൊടുക്കേണ്ടത്. അത് പറയുമ്പോഴുള്ള ശൈലിയാണ് രണ്ടാമത് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ 2 കാര്യം പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഒന്നെന്താ? നമ്മൾ മനസ്സിലാക്കിയ ഹക്ക്, അത് മനസ്സിലാക്കിയിട്ടില്ലാത്തയാളാണ് നമ്മുടെ മാതാവോ പിതാവോ എങ്കിൽ അവരോടത് പറയണം. എന്തുകൊണ്ട്? നമുക്ക് അവരോട് സ്നേഹമുള്ളതുകൊണ്ട്. കാരണം അവരുടെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലുമായിക്കൊണ്ട് അവർ മരിച്ചുപോയാൽ അവർക്ക് നാളെ നരകമാണല്ലോ കിട്ടുക. അതെനിക്ക് സഹിക്കാനാവില്ല. എന്റെ ഉമ്മയും ഉപ്പയും നരകത്ത് പോകാൻ പറ്റൂല. എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു നന്മ അതാണ്.
നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയൊന്നുമില്ല. അത് മാത്രം നമ്മൾ മിണ്ടൂല, അത് പറയൂല, അതവർക്ക് പറഞ്ഞാൽ ഇഷ്ടാവൂല എന്ന് വിചാരിച്ചിട്ട് മിണ്ടൂല. വേറുള്ളതൊക്കെ സഹായമൊക്കെ ചെറിയ വാപ്പന്റെ ജീവിതത്തിലും ഉമ്മന്റെ ജീവിതത്തിലും എന്ത് തകരാറ് കണ്ടാലും മിണ്ടൂല. എന്നാ ഇസ്ലാം പറയുന്നത്, മഹാനായ ഒരു പ്രവാചകന്റെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, മാതാപിതാക്കളോടുള്ള നമ്മുടെ നന്മ ചെയ്യലിൽ, കടമകളിൽ ഏറ്റവും പരമപ്രധാനമായത് നമ്മൾക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിൽ അവര് നാളെ പരലോകത്ത് ശാശ്വതമായി അവര് നരകത്തിയിൽ പോകാൻ ഇടവരുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉമ്മയിലോ ഉപ്പയിലോ ഉണ്ടെങ്കിൽ അത് മക്കൾ അവരോട് പറഞ്ഞു തിരുത്തണം. രണ്ടാമത്തെ പാഠം, അങ്ങനെ തിരുത്തുമ്പോ മാന്യമായ ശൈലിയിലേ തിരുത്താവൂ. ഉമ്മയാണ് ഉപ്പയാണ് പോയിട്ട് എന്തെങ്കിലും പോയിട്ട് അവരോട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് കൂടി ചാടിക്കളിച്ച് പറയലല്ല. അവിടെയാണ് നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ മാതൃക നോക്കൂ. യാ അബതി, എന്റെ പിതാവേ, എന്റെ പൊന്നുപ്പ എന്ന് വിളിയാണ്, പ്രയോഗമാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത്, എന്തിനാ ഉപ്പ നിങ്ങൾ ഈ ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഇവയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് അറിവുണ്ട് ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഉപ്പനോട് ഞാൻ പറയുന്നത്. എന്റെ ഉപ്പ ഒരിക്കലും അള്ളാന്റെ ശിക്ഷ, നരകശിക്ഷ എന്റെ ഉപ്പാക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ഉപ്പ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് അനുസരിക്ക്. അതനുസരിക്കാതിരുന്ന എന്റെ വാപ്പക്ക് അള്ളാന്റെ അടുക്കൽ നിന്ന് കഠിനകഠോരമായ ശിക്ഷ കിട്ടും എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ബാപ്പ ഞാൻ പറയണോ എന്ന് ശ്രദ്ധിക്കണം. ഈ രണ്ട് കാര്യത്തിനും അതിൽ മാതൃകയുണ്ട്. പക്ഷേ എല്ലാ ഉപ്പമാരോടും പറഞ്ഞാൽ, നമ്മൾ എത്ര സ്നേഹത്തോടെ പറഞ്ഞാലും അവര് കേട്ടോളണമെന്നില്ല. കേൾക്കുന്നവരുണ്ടാകും, അനുസരിക്കുന്നവരുണ്ടാകും. എത്രയോ ആളുകൾ അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അവർ നല്ല വഴിയിലേക്ക് വന്ന്, നിസ്കാരമില്ലാത്തവർ നിസ്കാരം തുടങ്ങി, നല്ല നല്ല സ്വഭാവത്തിന്റെ ആളുകളായി തീർന്നിട്ടുണ്ട്. അതേ അവസരത്തിൽ തികച്ചും എതിരായ രൂപത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടിയത്. ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെയാണ് മകനായ ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയോട് സംസാരിച്ചത്. തട്ടിക്കയറിയിട്ടില്ല, മര്യാദ കെട്ട് സംസാരിച്ചിട്ടില്ല, വളരെ ലളിതമായ നിലക്ക് മനസ്സിലാക്കാവുന്ന വലിയ തത്വങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ലളിതമായി വാപ്പക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അഭിസംബോധനയുടെ രീതി പോലും വളരെ മയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. പക്ഷേ ആ പിതാവിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അയാൾ ശക്തമായി, രൂക്ഷമായിട്ടാണ് മകനോട് പ്രതികരിച്ചത്. ഇല്ലം തൻതഹി, എന്റെ ഈ വർത്താനം നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എറിഞ്ഞുകൊല്ലും, എറിഞ്ഞോടിക്കും. ഫഹ്ജുർനി മലിയ, ഇറങ്ങിപ്പോയ എന്റെ മുമ്പിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അത് വേറെ വിഷയം. അപ്പൊ നമ്മുടെ കടമ എന്താണ്? അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുഴപ്പം വരല്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. ഒരു മകൻ എന്ന നിലക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയോട് ചെയ്യേണ്ടുന്ന കൃത്യമായ ഉത്ബോധനം നടത്തി. ബാപ്പ പ്രതികരണം മോശമായി, അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒന്നും സംഭവിക്കാനില്ല. മഹാനവറുകൾ അള്ളാഹുവിന്റെ ഖലീലാണ്, അള്ളാഹുവിന്റെ അത്യുന്നതമായ പദവിയുള്ളയാളാണ്. ലോകം ഇന്നും ഓർക്കുകയാണ് 5 നേരത്തെ നിസ്കാരത്തിലൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ പറയുന്നു വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. എന്താ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? നമുക്കില്ലേ മാതാപിതാക്കൾ? ഹയാത്തിലുള്ളവരില്ലേ, മരിച്ചുപോയവരില്ലേ? നമ്മൾ ഈ കടമ നിർവഹിച്ചോ? മാതാപിതാക്കളോട് നന്മ ചെയ്യാം, മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം, മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ കൃത്യമായി തന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ പരമപ്രധാനമായി നമ്മളിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം, ഞാനും നിങ്ങളും മനസ്സിലാക്കിയ ഒരു സത്യം അവർ മനസ്സിലാക്കാതെ അപകടത്തിലൂടെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തലായിരിക്കണം നമ്മുടെ സ്നേഹത്തിന്റെ ഒന്നാമത്തെ പടി. ഇനി നമ്മളൊക്കെ സ്വന്തത്തോട് ചോദിക്കുക, ഈ ഡ്യൂട്ടി നമ്മളൊക്കെ എത്ര പേര് നിർവഹിച്ചിട്ടുണ്ട്? ഇല്ലെങ്കിൽ അത് നിർവഹിക്കണം. ഹയാത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചിരിക്കണം. എങ്ങനെ? ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള നിബന്ധനകളോടെ മാന്യമായ ശൈലിയിൽ
മാന്യമായ അഭിസംബോധനാ രീതിയിൽ, മാന്യമായ ഇടപെടലിൽ, എന്നാൽ കാര്യം വളച്ചുകെട്ടില്ലാതെ കൃത്യമായി പറയുകയും വേണം. അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. മനസ്സിലാകാത്ത സാഹിത്യമൊന്നും പറഞ്ഞിട്ടില്ല. പാപ്പാനോടും ഉമ്മാനോടും പോയിട്ട് ഇങ്ങനെ മനസ്സിലാകാത്ത കടുകട്ടിയുള്ള 4 ഭാഷാ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞ് അല്ല, വളരെ ലളിതമായിരുന്നു ആ സംസാരം. ലിമത്തഅ്ബുദു, എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പൊ എന്താ ആരാധന എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അള്ള കേൾക്കും പോലെ കേൾക്കും, അള്ള കാണും പോലെ കാണും, അള്ള അറിയും പോലെ അറിയും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് അള്ളയല്ലാത്ത ഒരാളെ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് അവർക്കുള്ള ഇബാദത്ത് കൊടുക്കലാണുമ്മ, അത് അവർക്കുള്ള ഇബാദത്തായി തീരും ഉപ്പ എന്ന് വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിഞ്ഞൂടെ? അവർക്കത് മനസ്സിലാവൂലേ? അപ്പൊ ചിന്തിക്കുന്ന ഉമ്മയും വാപ്പയാണെങ്കിൽ മാറ്റം വരും. അള്ളാഹുവിന്റെ തൗഫീക്ക് നന്നാകാൻ റബ്ബിന്റെ തൗഫീക്കുള്ളവരാണെങ്കിൽ മാറ്റം വരും. ഇല്ലെങ്കിലോ ഇതേപോലത്തെ പ്രതികരണങ്ങൾ ഉണ്ടാവും. ഇറങ്ങിപ്പോടാൻ മുമ്പെന്ന് ഇതൊരു പുതിയ പുത്തൻ വാദമായിട്ട് വന്നിരിക്കുന്നത്, ഞങ്ങൾക്കാർക്കും പരിചയമില്ലാത്തൊന്ന് ഇപ്പൊ ഇവിടുന്നാ കടന്നു വന്നത്, ഇജിപ്പൊ ഒരു വലിയ മൗലിയര്, അല്ലെ ഇജിപ്പൊ വലിയൊരു മൗലവി, ഇജിപ്പൊ എന്നെ നന്നാക്കാൻ വന്നതാ എന്നൊക്കെ പല രൂപത്തിലുണ്ടാകും. എന്നാലും പറഞ്ഞു നോക്കെന്നെ, എന്തിന്? എനിക്ക് എന്റെ ഉമ്മനോട് സ്നേഹം ഉണ്ടായതുകൊണ്ട്, എന്റെ ഉപ്പയോട് സ്നേഹം ഉണ്ടായതുകൊണ്ട്. എന്താ കാരണം? എന്റെ ഉമ്മ, എന്റെ ഉപ്പ നരകത്തിയിലാകരുത്. നമ്മളിവിടെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ഫോൺ കോൾ വരികയാണ്. അടുപ്പിൽ നിന്ന് തീ പടർന്നിട്ട് ഉമ്മാക്ക് പൊള്ളലേറ്റിരിക്കുന്നു, അല്ലെങ്കിൽ ഉപ്പാക്ക് പൊള്ളലേറ്റിരിക്കുന്നു എന്നൊരു ഫോൺ കോൾ വന്നാൽ നമ്മുടെ മനസ്സ് എത്ര വിഷമിക്കും സഹോദരന്മാരെ, എത്ര വിഷമിക്കും. എന്താ കാരണം? എന്റെ ഉമ്മയുടെ ശരീരത്തിൽ പൊള്ളി എന്ന് കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയോ? എന്റെ ഉപ്പാടെ ശരീരത്തിൽ തീപ്പൊള്ളലേറ്റു എന്ന് കേൾക്കുന്നത് സഹിക്കാൻ കഴിയോ? എന്നാൽ അതിനേക്കാൾ നമുക്ക് അസഹനീയമല്ലേ ഈ ദുന്യാവിന്റെ തീയിന്റെ എത്രയോ ഇരട്ടി, 10-70 ഇരട്ടിയോളം ചൂടുള്ള ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. ജഹന്നമിന്റെ ചൂട് അത് വളരെ കഠിനമാണ്. അവര് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ദുന്യാവിലെ ഈ തീയേക്കാളും 10-69 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ എന്റെ ഉമ്മയും ഉപ്പയും ആകുന്നത് ഞാൻ സഹിക്കോ? എനിക്കിഷ്ടാവോ? ഇഷ്ടമാവില്ലെങ്കിൽ, നമുക്കത് ആത്മാർത്ഥതയോടുകൂടെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ, അവർ ഹയാത്തിലുണ്ടെങ്കിൽ അവരോട് നമ്മളത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് എനിക്കാദ്യം ഈ വിഷയം പറയുമ്പോ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് അതാണ്. എനിക്കും നിങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹമുണ്ടോ? ബഹുമാനമുണ്ടോ? ആദരവുണ്ടോ? അവര് നമ്മെ വളർത്തിയ അതിന് നമുക്ക് അവരോട് കൂറും ബഹുമാനവുമുണ്ടോ? എങ്കിൽ ഈ ഡ്യൂട്ടി, ഈ ഉത്തരവാദിത്തം ഞാനും നിങ്ങളും നിർവഹിച്ചവരാണോ എന്ന് ഗൗരവത്തോടെ ആലോചിക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങളെ ബാപ്പയെ വിളിച്ച് ഹയാത്തിലുണ്ടെങ്കിൽ, ഉമ്മയെ വിളിച്ച് നിങ്ങൾ ഹയാത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഇടയ്ക്കിടെ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യുന്ന ബിർറ്, അവരോട് ചെയ്യുന്ന പുണ്യങ്ങളിൽ ഏറ്റവും വലുതാണ്. അവർക്ക് ഇടക്കിടക്ക് നല്ല ഉപദേശങ്ങളൊക്കെ വിളിച്ചു കൊടുക്കുക. നല്ലതല്ല, അവരുടെ മനസ്സിന് അതെന്തൊരു ആശ്വാസമുണ്ടാകും. നല്ലവരായൊരു മാതാപിതാവാണെങ്കിൽ, അല്ലെങ്കിൽ വിളിക്കാത്തൊരു മകൻ പ്രത്യേകിച്ച് എന്താ മോനെ എന്ന് പതിവില്ലാത്തൊരു വിളി, ഞാൻ ഇന്നലെ ഒരു ക്ലാസ് കേട്ടു, ഞാൻ ഇന്നലെ ഒരു പ്രഭാഷണത്തിന് പോയിരുന്നു ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം എനിക്കതിൽ മനസ്സിലായി. എന്റെ ഉമ്മയല്ലേ നിങ്ങള്, എന്റെ ഉപ്പയല്ലേ നിങ്ങള്, ഞാൻ നിങ്ങളോടൊന്നും എനിക്ക് അറിവുള്ള പല കാര്യവും നിങ്ങൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങളൊക്കെ ഏതെങ്കിലും അങ്ങനെ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവരെ യഥാർത്ഥമായ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ, അവരെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ, പ്രിയമുള്ള പ്രവാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കാണണം. ഇന്ന് മുൻകാലങ്ങളെ പോലെയല്ല, ഇന്ന് മുമ്പത്തെ കാലം പോലെയല്ല. മുമ്പ് ബാപ്പയോട് ഒന്ന് സംവദിക്കണമെങ്കിൽ, ഒരു വിവരമറിയണമെങ്കിൽ, ഉമ്മക്കൊരു കത്തെഴുതി മറുപടി വരണമെങ്കിൽ 10-15 ദിവസം നമ്മൾ കാത്തിരിക്കണം.
ഇന്ന് അതൊന്നും വേണ്ട. നമ്മുടെ വിരൽ തുമ്പിൽ അവരുണ്ട്. വിരൽ ഞൊടിച്ചാൽ അവര് സ്ക്രീനിലെത്തും. നമ്മുടെ മൗസ് ഒന്ന് ചലിപ്പിച്ചാൽ അവർ സ്ക്രീനിലെത്തും. അല്ലേ? എന്തൊക്കെ സംവിധാനമുണ്ട്! കണ്ടും കാണാതെയും സംസാരിക്കാൻ, മണിക്കൂറുകളോളം സംവദിക്കാൻ, സ്നേഹോപദേശങ്ങൾ നടത്താൻ എത്ര സൗകര്യങ്ങളുണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ പറഞ്ഞോ? എങ്കിൽ മാതാപിതാക്കളോടുള്ള സ്നേഹം നമുക്കുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമാണെങ്കിൽ, ശാശ്വതമായി എന്റെ പൊന്നൂപ്പയും എന്റെ പൊന്നുമ്മയും നരകത്തിയിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല റബ്ബേ. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും കൊടുക്കേണ്ടുന്ന ആദരവിന്റെ ഒന്നാമത്തെ പട്ടികയിൽ ഞാൻ ചേർക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് അവരെ സ്നേഹത്തോടെ ക്ഷണിക്കലാണ്. ഇത് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി സഹോദരന്മാരെ, അവർക്ക് എന്താണ് നഷ്ടപ്പെടാറുള്ളത്? സ്വാഭാവികമായും ഉമ്മാക്കും ഉപ്പാക്കും സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്? പണമാണോ? വസ്ത്രമാണോ? മറ്റേതെങ്കിലും സംവിധാനമാണോ? അതൊക്കെ കമ്മിയായാലും നമ്മുടെ ഉമ്മയും ഉപ്പയും പൊറുക്കും. അതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതെന്താ? അതാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. എന്താണ് ഒരു മാതാപിതാക്കൾ മക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആശിക്കുന്നത്? എന്താ? നമ്മുടെ ഡ്രാഫ്റ്റാ? നമ്മുടെ ദിർഹമുകളാണോ? അല്ല. കാരണം അത് മാത്രമാണ് ഒരു മകൾ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുന്നതെങ്കിൽ, ഞാനിനി പറയാൻ പോകുന്ന സംഗതികൾ ഈ മക്കളിൽ ഇല്ലെങ്കിൽ ആ ഉമ്മയും ഉപ്പയും ചിന്തിക്കും, എന്തിനാടാ നിന്റെ പുരയിൽ ഞാൻ നിൽക്കുന്നത്? എനിക്ക് ഇതിനേക്കാണൊക്കെ സൗകര്യമുള്ള, ഫ്രണ്ട്സിനോട് കൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ അവസരങ്ങളുള്ള വൃദ്ധസദനത്തിലേക്ക് ഞാൻ പോയിക്കോളാം. അപ്പൊ ബാപ്പാക്കും ഉമ്മാക്കും വൃദ്ധസദനത്ത് പോയാൽ എന്താ കിട്ടുന്നത്? എന്താ അവർക്ക് അവിടെ ഒരു ആശ്വാസം തോന്നുന്നത്? നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാതാവുമ്പോ തിന്നാൻ കിട്ടായിട്ടും ഒന്നുമല്ല വൃദ്ധസദനത്തിലേക്ക് പോണത്. അവിടെ അതിന്റെ നടത്തിപ്പുകാര് ആത്മാർത്ഥത ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഞാൻ ആരുടെയും ആത്മാർത്ഥത ചോദ്യം ചെയ്യല്ല. അവിടെ നല്ല സ്നേഹം പ്രകടിപ്പിക്കും, കൂടിയിരുന്ന് വർത്താനം പറയുന്ന സംവിധാനങ്ങളും കാര്യങ്ങളും. ഒരു പരിഗണന ഉണ്ട്, ഒരു പരിഗണന. ആ പരിഗണന എന്ന് നമ്മിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് നഷ്ടമാകുന്നുവോ അന്ന് അവർ നമ്മെ വെറുക്കും. മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കണം. ആ പരിഗണന എപ്പോഴാണ് പ്രിയമുള്ളവരെ സ്വാഭാവികമായും ഇല്ലാതിരിക്കാറ്? നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളാവുമ്പോ നമ്മളെ പരിഗണിക്കാതിരിക്കലുണ്ടോ? നല്ലോണം പരിഗണിക്കും. എന്തിനും പാപ്പ ഉമ്മ ഞാനവിടെ പോട്ടെ, ഉപ്പ ഞാനവിടെ പോട്ടെ, എനിക്കൊരു 10 റുപ്യ വേണപ്പാ, എനിക്ക് അത് വേണപ്പാ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ നമ്മളെ പിന്നാലെ ഉണ്ടാവും. ഒരു നമ്മളെ ശരിക്കും പരിഗണിക്കണില്ലേ? പരിഗണിക്കും. ഒരു നമ്മളെ കൂടെ തന്നെ പറഞ്ഞാൽ കേൾക്കണില്ലേ? ഉണ്ട്. ചെറിയ കുട്ടികളാവുമ്പോ ഒക്കെ പറഞ്ഞ ഓനെ പള്ളിയിൽ വാ, ഒപ്പം പോരും, എല്ലാത്തിനും. പക്ഷെ ആ കുട്ടികൾ കുറച്ചാണ്ട് മുതിർന്ന് അവര് മക്കള് മുതിരും തോറും ഇവിടെ ഇപ്പുറത്ത് പാപ്പി ഉമ്മി മുതിരുന്നുണ്ട്. അപ്പൊ ഈ മാതാപിതാക്കൾക്ക് ഇങ്ങനെ പ്രായം ഇങ്ങനെ കൂടി വരാണ്, മക്കൾക്ക് ഇങ്ങനെ യൗവനത്തിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ സ്വാഭാവികമായിട്ടും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറ്. ഇതുവരെ പരിഗണിച്ചിരുന്ന മോനെ പിന്നെ പുറത്തു പോകുമ്പോ ഉമ്മാനോട് ചോദിക്കണില്ല, വലിയ ആളായി. ഇപ്പൊ പുറത്തു പോകുമ്പോ വാപ്പാനോട് ചോദിക്കണില്ല, എവിടുക്കാ മോനെ പോണു, നിങ്ങൾക്ക് എന്താ അറിയേണ്ട കാര്യം? മോനെ നീ എങ്ങട്ടാ പോകുന്നത്? ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് വരും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഞാൻ എന്റെ ടൈമാവും ഞാൻ എത്തിക്കോളും. എപ്പോഴാ അത് പറയാറ്? അവൻ കുറച്ച് വലുതാവുമ്പോ ഇവർക്ക് കുറച്ച് ആരോഗ്യമൊക്കെ കുറഞ്ഞ് പ്രായമൊക്കെ ഒന്ന് കൂടി ജരാനരകളൊക്കെ ബാധിച്ച് ഇവൻ കുറച്ച് മൂത്ത് ഇവൻ കുറച്ച് യുവാവും യുവതിയൊക്കെ ആവുമ്പോ ഉമ്മാനും ബാപ്പാനും വേണ്ട. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സൃഷ്ടിച്ച സർവശക്തനായ റബ്ബ് ആ സമയത്തെക്കുറിച്ച് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അവിടെയാണ് ഖുർആൻ എടുത്ത് പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാനാ,
മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ ഇനി ശ്രദ്ധിച്ചോ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാള്, അല്ലെങ്കിൽ അവർ രണ്ടാളും തന്നെ നിന്റെ അടുക്കൽ അവർ വാർദ്ധക്യദശയിലെത്തിയാൽ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ രണ്ടാളും തന്നെയുമോ നിന്റെ അടുക്കൽ അവർക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ, ഫലാ തഖുൽ ലഹുമാ, നീ അവരോട് രണ്ടാളോടും പറഞ്ഞു പോകരുത്, ഉഫിൻ, ഛേന്ന് പോലും പറയരുത്, ഛേന്ന് പോലും പറയരുത്. എന്താ സഹോദരന്മാരെ, നിങ്ങൾ ആയത്ത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മാതാപിതാക്കൾ വൃദ്ധന്മാരായി കഴിഞ്ഞാൽ നീ അവരോട് ചേന്ന് പറയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ചെറുപ്പക്കാരായ ഉമ്മാനോട് ഉപ്പാനോട് ചേന്ന് പറയാനാ? അങ്ങനെ അതിനർത്ഥമുണ്ടോ? മാതാപിതാക്കൾ വയസ്സാവുമ്പോ നമ്മൾ അവരോട് ചേന്നൊന്നും പറയാൻ പാടില്ല. നല്ല യുവാക്കളും യുവതികളും ഒക്കെ നമ്മൾ ഉമ്മയിപ്പിച്ചെങ്കിൽ നമുക്ക് അവരോട് ചേന്നൊക്കെ പറയാനാ? എന്തിനാ പിന്നെ അള്ളാഹ് അത് പ്രയോഗിച്ചത്? എന്തിനാ വാർദ്ധക്യത്തിൽ എത്തുമ്പോ നിങ്ങൾ അവരോട് ചേന്ന് പറയരുതെന്ന് പറഞ്ഞത്? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വാർദ്ധക്യത്തിൽ എത്തുമ്പോഴാ നമുക്ക് ഉമ്മയെയും ഉപ്പയെയും പരിഗണന കുറയുന്നത്. അവർക്ക് പ്രായമാകും തോറും നമ്മൾക്ക് നല്ല പ്രായവും വരും, യുവാക്കളും യുവതികളൊക്കെ ആവും. അപ്പോഴാ ഉമ്മയും ബാപ്പിയൊക്കെ അധികം പറ്റാന്ന് തോന്നല്. അതുവരെ ഉമ്മീപ്പൊക്കെ വേണം. എന്തിനും വേണം ഉമ്മ ഉപ്പ, ഒരു 10 റുപ്യ തരുമോ, ഞാൻ പുറത്ത് പോയിക്കോട്ടെ, അതുവരെ ഉമ്മീപ്പൊക്കെ വേണം. അവഗണന തുടങ്ങുന്ന പ്രായം നീ ചെറുപ്പക്കാരനും അവര് കിഴവനും കിഴവിയും അഥവാ വൃദ്ധനും വൃദ്ധയും ഒക്കെ ആകുമ്പോഴാണ്. അതുകൊണ്ട് ആ സ്റ്റേജ് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അല്ലാത്ത സ്റ്റേജ് പറയേണ്ടതില്ല, എല്ലാവരും പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് വൃദ്ധരാകുന്ന ആ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ നീ അവരോട് ഛേന്ന് പോലും പറയാൻ പാടില്ല. നമ്മളൊന്ന് ഛേന്നാ പറയണത്. ഛേ എന്ന് പറഞ്ഞാൽ, ഉഫിന്ന് പറഞ്ഞാൽ അറബി ഭാഷാ പ്രയോഗത്തിൽ ഒരാളോട് അപമര്യാദയായി പെരുമാറുന്നതിന്റെ അതിന് ഏറ്റവും താഴേക്കിടയിലുള്ളൊരു വാക്കാണ്. അതുപോലും നീ നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകരുത്, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ട് ബാക്കി പറയും, ഫലാ തൻഹർഹുമാ, നീ അവരെ രണ്ടാളെയും വിരട്ടരുത്. വിരട്ടി പേടിപ്പിക്കുക, ഇങ്ങനെയല്ലേ എന്ന് മക്കൾ ചെയ്യുന്നത് മുഴുവൻ. അതെന്താ അങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്, ഏടെങ്കിലും ഒരു തുറച്ചൊരു നോട്ടം നോക്കി ഉമ്മ പേടിച്ചു പോയി, പാപ്പ പേടിച്ചു പോയി, ഇവനെന്തോ ചെയ്യൂ. അതിന് കുറച്ച് തണ്ടും തടിയൊക്കെ ആയി, ഇവന് കുറച്ച് മസിലൊക്കെ ഉണ്ട്. മസിലൊക്കെ തുറിപ്പിക്കുന്ന നിലക്കുള്ള ടീഷർട്ടൊക്കെ വെട്ടിക്കണത് പാപ്പനോടും ഉമ്മനോടും ഞെട്ടിക്കാണ്. അത് ഇന്നത്തെ ഒരു പ്രത്യേക ട്രെൻഡ് അതാണ്. അല്ലാഹു പറയാണ്, വലാ തൻഹർഹുമാ, നീ അവരെ വരട്ടരുത്. വഖുൽ ലഹുമാ, നീ അവരോട് രണ്ടാളോടും പറയണേ മോനെ, ഖൗലൻ കരീമാ, ഖൗലൻ കരീമാ, മാന്യമായിട്ട് സംസാരിക്കണം, മാന്യമായി സംസാരിക്കണം, മാന്യത വിട്ട് സംസാരിക്കരുത്. പോയി എവിടെങ്കിലും പോയിട്ട് ഒരു മൂലൊക്കെ ഇരിക്ക് തള്ളേ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ എന്തിനാ ഇടപെടുന്നു? എത്ര മക്കളുണ്ട് തള്ളരോട് ചോദിക്കുന്നു, നിങ്ങൾക്കെതിരെ വല്ലതും സംസാരിക്കാൻ വല്ലതും അറിയോ? തന്തേ, നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടോ? ആരെങ്ങളെങ്ങോട്ട് എഴുന്നള്ളിക്കാൻ പറഞ്ഞു? ആരെങ്ങോട്ട് വിളിച്ചത്? എത്ര ബാപ്പയോടത് പറയുന്ന മക്കളുണ്ട്. നിനക്കറിയാമോ സഹോദരാ, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തില്, നീ എന്ത് ചോദിച്ചാലും ദേഷ്യം പിടിക്കാതെ അവരിങ്ങോട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും വാപ്പിയും മീൻ ദേഷ്യം പിടിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ചെറിയ മോനും മോളും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ കയ്യും പിടിച്ചിട്ട് മാർക്കറ്റിലേക്കും അങ്ങാടിയിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും ഇറങ്ങിയപ്പോ നമ്മളന്ന് ചോദിച്ച തന്നെ ചോദിച്ചു വാപ്പനോട്, എന്താപ്പാ? അപ്പൊ പറഞ്ഞു, മോനെ തക്കാളിയാണ്, ടൊമാറ്റോ ആണ്. കുറച്ചിങ്ങനെ കഴിഞ്ഞ് നടന്നു പോരുമ്പോ പിന്നെയും ചോദിച്ചു, കുട്ടി ചൂണ്ടിട്ട്, എന്താപ്പാ?
തക്കാളി കണ്ടിട്ടില്ല മോനെ, നമ്മൾ കറിയിലൊക്കെ ഇടുന്നതാണ്. കുറച്ചപ്പുറത്തെത്തിയപ്പോ വീണ്ടും വേറെ, എന്താപ്പാ അത് മുന്തിരിയാണ് മോനെ. കുറച്ചപ്പുറത്തെത്തിയപ്പോ ഒരു പാൽക്കുപ്പിയാണ്, അത് പാലാണ് മോനെ. എന്ത് ചോദിച്ചാലും ദേഷ്യല്ല. ആ മോനല്ലേ, ആ മോന്റെ ആ ഇളമയും ഓന്റെ ആ പ്രായമൊക്കെ പരിഗണിച്ചിട്ട് ഉമ്മയും ബാപ്പിയും കുട്ടികൾ ചോദിക്കുന്നതിനൊക്കെ നല്ല നിലക്ക് പ്രതികരിക്കും. അങ്ങനെ നിന്നെ വളർത്തിയിട്ട് നീ കുറച്ച് പോന്നവനായി, നീ കുറച്ച് വളർന്നു, നീ കുറച്ച് തണ്ടും തടിയൊക്കെ ആയി, കുറച്ച് മസിൽ പവറൊക്കെ വന്നു അല്ലേ. അങ്ങനെ നീ ഒരിക്കൽ നിന്റെ ബാപ്പക്ക് സുഖമില്ലാതായപ്പോ ബാപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നീ ഇറങ്ങി. ബാപ്പനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ബാപ്പനോട് ഇങ്ങനെ, ബാപ്പ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ യാത്രക്കിടയിൽ ബാപ്പ അത് എന്താ മോനെ ആ കാണുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കൽ പറഞ്ഞു കൊടുക്കും, ബാപ്പ ഇന്നതാണ്. രണ്ടാമതും ചോദിച്ചു കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, എന്താ മോനെ ആ കണ്ടത്, പറഞ്ഞില്ല നിങ്ങളോട് ഇന്നതാണ്. രണ്ടാമത്തെ. മൂന്നാമതും ബാപ്പ ഒന്നുകൂടെ ചോദിച്ചു, മിണ്ടാതിരിക്ക അവിടെ തന്നെ, നിങ്ങളോടല്ലേ പറഞ്ഞത്, ഇതെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ, ആരാടോ നീ, ആരാണ് നീ. എന്റെ ബാപ്പയോട് നീ ചെറുപ്പത്തിൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് 1000 വട്ടം ചോദിച്ചപ്പോഴും ആ ബാപ്പ നിന്റെ പ്രായം പരിഗണിച്ചിട്ട്, എന്റെ മോൻ അത്രേ മനസ്സിലാക്കാനുള്ള പ്രായമുള്ളൂ എന്ന് പരിഗണിച്ചിട്ട് നിന്നോട് വളരെ മാന്യമായി സ്നേഹത്തോടെ ഇടപെട്ട ആ പ്രിയപ്പെട്ട ഉമ്മ അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട ഉപ്പ, പ്രായമായപ്പോ ആ പ്രായത്തിന്റെ ചാപല്യങ്ങളിൽപ്പെട്ടിട്ട് ചിലപ്പോ ഓർമ്മശക്തി കുറഞ്ഞു, പറഞ്ഞു തന്നെ ചിലപ്പോ പറയും, ചോദിച്ചു തന്നെ ചിലപ്പോ ചോദിക്കും. അങ്ങനത്തെ ഒരു സമയത്തിൽ എത്തിയിട്ട് നിന്നോട് ചോദിക്കുമ്പോ നിനക്ക് ഒന്നാമത്തതിന് നല്ല നിലക്കൊരു മറുപടി, രണ്ടാമത്തേന് നീ അല്പം ചൂടായിട്ട് മൂന്നാമത്തതിന് നീ കയർക്കുന്നുവല്ലേ. ആരാടോ നീ, ആരാ നമ്മളൊക്കെ, എത്ര നന്ദി കെട്ടവരാ നമ്മള്. ശുദ്ധ ഖുർആൻ പറയണ, ഫലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് മാന്യമായി സംസാരിക്കണം, മാന്യമായി സംസാരിക്കണം. വഖ്ഫിദ് ലഹുമാ, നീ അവർക്ക് രണ്ടാൾക്കും താഴ്ത്തി കൊടുക്കണം. ജനാഹദ്ദുല്ലി, വിനയത്തിന്റെ ചിറക്, അവരുടെ മുമ്പിൽ നീ വളരെ വിനീതരാവണം. വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം എന്നാ അല്ലാഹു പറയുന്നത്. എന്തേ, എങ്ങനെ വിനയത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കൽ? അഹങ്കാരത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു പോകരുത്. മാതാപിതാക്കൾ പ്രായമാകും തോറും അവർക്ക് ഓർമ്മശക്തി കുറഞ്ഞു വരും, വിദ്യാഭ്യാസവും പല കാര്യങ്ങളൊന്നും നമ്മളത്ര ഉണ്ടാവില്ല, നമ്മളത്ര അറിവും സംസ്കാരമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് കാര്യങ്ങളിൽ അവരുടേതായ പ്രായത്തിന്റെ പരിഗണിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊക്കെ പരിഗണിക്കണ്ടേ? അപ്പൊ അവരുടേതായ വിവരം വെച്ചിട്ടൊക്കെ പല കാര്യങ്ങളിലും നമ്മളോട് അഭിപ്രായം പറയും, പല കാര്യങ്ങളിലും നമ്മളോട് ഇടപെട്ട് സംസാരിക്കും. അപ്പോഴൊന്നും അഹങ്കാരത്തിന്റെ ഒരു വർത്തമാനവും പെരുമാറ്റവും ഇല്ലാതെ ക്ഷമയോടെ സഹനത്തോടെ വളരെ വിനീതരായി നീ നിന്നു കൊടുക്കണം. നിന്റെ വിനയത്തിന്റെ ചിറകിനുള്ളിൽ നീ അവരെ ഒളിപ്പിക്കണം. വിനയത്തിന്റെ ചിറക് നീ അവർക്ക് വിരിച്ചു കൊടുക്കുക എന്നാ പറഞ്ഞത്. നീ അവരോട് വിനയം കാണിക്കണം എന്ന് പറയുന്നതിന് പകരം വിനയത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞ ശൈലി എത്ര മനോഹരമാണ്. ഒരു തള്ള കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ അതിന്റെ ചിറകിനടിയിൽ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു വിനയത്തിന്റെ ചിറകിനടിയിൽ നീ അവരെ സംരക്ഷിക്കണം. അതിന്റെയൊക്കെ പുറമെ നീ അവർക്ക് അവരോട് വിനയം കാണിച്ചാലും, നീ അവരെ എത്ര സഹായിച്ചാലും, നീ അവർക്ക് വേണ്ടത് എന്തൊക്കെ ചെയ്തു കൊടുത്താലും, അവർ ചെറുപ്പത്തിൽ നിന്നെ പരിപാലിച്ചതിന്റെ തുല്യം നിനക്ക് ചെയ്യാൻ കഴിയൂല. അത്ര അവരനുഭവിച്ചിട്ടുണ്ട്. അതിന് പകരം കൊടുക്കാൻ അല്ലാഹ്ക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് മോനെ, നീ പറയണം, നീ പ്രാർത്ഥിക്കണം, വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. റബ്ബി, എന്റെ രക്ഷിതാവേ, ഇർഹംഹുമാ, അവരോട് രണ്ടാളോടും നീ കരുണ ചെയ്യണേ. എന്റെ ഉമ്മാനോടും ഉപ്പാനോടും നീ കരുണ ചെയ്യണേ. കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പമായിരിക്കെ അവർ രണ്ടാളും എന്നെ വല്ലാതെ അവരുടെ കാരുണ്യത്തിന്റെ, അവരുടെ സ്നേഹത്തിന്റെ കൈകളിൽ കൊണ്ടു നടന്നവരാണ്. അതിനൊന്നും പകരം കൊടുക്കാൻ ഞാൻ അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റുകൾക്കോ
ഞാൻ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനോ ഞാൻ അവർക്ക് കൊടുക്കുന്ന വസ്ത്രം കൊണ്ടോ ഒന്നും ആവില്ല. അല്ലാഹ് നീ കൊടുക്കണം, നീ തന്നെ അവർക്ക് ധാരാളം റഹ്മത്ത് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹു തആല പറയുക. സഹോദരന്മാരെ, സൂറത്തുൽ ഇസ്രായിൽ വന്ന ഒരായത്താണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അവര് സഹിച്ച ബുദ്ധിമുട്ടുകളും അവര് സഹിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ സഹിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് ഉമ്മമാര് സഹിക്കുന്ന പ്രയാസങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ. പ്രയാസത്തിനു മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവൾ അവനെ ഗർഭം ചുമന്നു നടന്നത്. ആ ഗർഭകാല പ്രയാസങ്ങൾ, പ്രസവത്തിന്റെ സമയത്തനുഭവിക്കുന്ന വേദനയും പ്രയാസങ്ങളും, മുലയൂട്ടാൻ വേണ്ടി നിന്റെ ബാലാരിഷ്ടതകൾ അവസാനിച്ചിട്ടില്ലാത്ത നിന്റേതായ പ്രയാസകരമായ ആ സമയത്ത് നിന്നെ വളർത്തിയുണ്ടാക്കാൻ വേണ്ടി ഒരു പാടുപെട്ട അധ്വാനം, നീ എന്ത് ചെയ്താലും ഒരു വെറുപ്പുമില്ലാതെ നിന്റെ മലമൂത്രങ്ങൾ അവര് ശുദ്ധീകരിച്ച് അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പോലും നീ മലവിസർജനമോ മൂത്രിക്കുകയോ ചെയ്താൽ ഒരു വെറുപ്പും കാണിക്കാതെ വളരെ സ്നേഹത്തോടെ നിന്നെ കൊണ്ട് നടന്നിട്ട് നീ വലിയ ആളാകുമ്പോ തിരിച്ചു കൊടുക്കണ വാക്കുകളാ, പോ തള്ളേ, അല്ലെങ്കിൽ പോ തന്തേ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്കെന്താ അധികാരം, ഇപ്പൊ ഞാനല്ലേ ഇവിടെ എന്നൊക്കെ പറയാൻ നീ ആരാടോ? ആരാ നമ്മള്? അനുഭവിക്കും. മാതാപിതാക്കളെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വെച്ചുകൊണ്ട് തന്നെ അനുഭവിക്കാതെ മരണപ്പെടൂല. തിരിച്ചു കിട്ടും, തിരിച്ചു കിട്ടും. നമുക്കും വളർന്നു വരുന്നു മക്കൾ. പരലോകത്തുള്ള കഠിനകഠോരമായ നരകശിക്ഷ നമ്മെ കാത്തിരിക്കുന്നതിന്റെ പുറമെ ഇവിടെ വെച്ച് തന്നെ റബ്ബുൽ ആലമീൻ നമ്മുടെ അടുത്ത തലമുറയെ കൊണ്ട് നമ്മെ അനുഭവിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് ജീവൻ എടുക്കുകയുള്ളൂ. ആർക്കും സംശയമൊന്നും വേണ്ട. മാതാപിതാക്കളെ പൊള്ളിച്ചവൻ, ദ്രോഹിച്ചവൻ അനുഭവിക്കാതെ പോവില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ് എന്ന്. ഏറ്റവും കൂടുതൽ കടമ ആരോടെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി ഉമ്മുക്ക്, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടെന്ന ചോദ്യത്തിന് ഉമ്മുക്ക്, നിന്റെ ഉമ്മയോട്. ഉമ്മയാണ് നിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന് കടപ്പെട്ടവർ. മൂന്നാമത്തെ ചോദ്യത്തിനും ഉമ്മ എന്ന മറുപടി, നാലാമത്തെ ചോദ്യത്തിന് ഉപ്പ എന്ന മറുപടി. പാപ്പ സഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ ഉമ്മ സഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. എന്നാൽ രണ്ടു കൂട്ടരോടും കനത്ത ബാധ്യത ബാക്കിയുമാണ്. ആ സ്നേഹപ്രകടനം നമ്മൾ നടത്താറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പരിഗണനയുണ്ടോ നമുക്ക്? മാതാപിതാക്കൾ പ്രായമായാൽ നമ്മൾ അവരെ പരിഗണിക്കാറുണ്ടോ? അതാ വേണ്ടത്. നിങ്ങളൊരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചു, ഒരു വീട് വെക്കാൻ ഉദ്ദേശിച്ചു. സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അളവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രജിസ്റ്റർ ഓഫീസിനും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആള് വരുന്ന സമയത്താണ് ഉമ്മ അറിയണത്, എന്താ മോനെ എവിടെ, അല്ലെങ്കിൽ ഉപ്പ അറിയണത്. നിങ്ങൾ നോക്കൊന്നും വേണ്ട, ഞാനൊരു സ്ഥലം വാങ്ങിയതാ. നിന്റെ വീട് വെപ്പും നിന്റെ കാര്യങ്ങളും നിന്റെ ഓരോ കാര്യങ്ങളും നീ നിന്റെ ഭാര്യയോട് ചർച്ച ചെയ്യും, ഭാര്യയുടെ വീട്ടുകാരോട് ചർച്ച ചെയ്യും, അളിയന്മാരോട് ചർച്ച ചെയ്യും, നിന്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്യും. നിന്നെ ഇത്രകാലം നോക്കി വളർത്തിയുണ്ടാക്കിയ, കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കി നിനക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിച്ച എന്റെ മോനൊന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി തവണ റബ്ബിനോട് കണ്ണുനീര് വാർത്ത ആ ഉമ്മയെയും ഉപ്പയെയും നീ പലപ്പോഴും അവഗണിക്കുന്നു. അവരിപ്പോ നിനക്ക് മുഷാവറക്ക് പറ്റിയവരല്ല, അവർക്ക് ഭംഗിയില്ലപ്പോ, കാണാൻ ചന്തല്ല. ഒരാളെ മുമ്പ് കൊണ്ടുപോയിട്ട് എന്റെ വാപ്പേണ് എന്റെ ഉമ്മയാണെന്ന് പറയാൻ കഴിയൂല. ചുക്കി ചുളിഞ്ഞുപോയി, നഖം വളഞ്ഞുപോയി, കണ്ണൊക്കെ ഉള്ളിലോട്ട് കൊഴിഞ്ഞുപോയി, പല്ലുകളൊക്കെ പോയി, ശരീരത്തിന്റെ ഓജസ്സും തേജസ്സുമൊക്കെ നൈർമല്യതയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി അവരെന്തിനാ എനിക്ക്? ആരാണ് സഹോദര സ്വന്തം മാതാവിനോടും പിതാവിനോടും ഒക്കെ ബഹുമാനം കാണിക്കണമെന്ന് ഇസ്ലാമിനോടും പറഞ്ഞവരുള്ളത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ആളുകളാണോ?
അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്നത്, മുട്ടയുടെ തോടിൽ നിന്ന് ഒരു കുഞ്ഞ് വിരിഞ്ഞുണ്ടായാൽ ആ കോഴിക്കുഞ്ഞ് എപ്പോഴെങ്കിലും മുട്ടത്തോട് അന്വേഷിച്ച് പോകാറുണ്ടോ എന്നാണ്. അത്രയേ ഉള്ളൂ അവർക്ക് ഉമ്മിപ്പി എന്നൊക്കെ പറഞ്ഞ. ശരിയല്ലേ? ഒരു കോഴിമുട്ട അതിങ്ങനെ പൊട്ടിയിട്ട് അതിൽ നിന്നൊരു കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ ഞാൻ കടന്ന ഗർഭപാത്രമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു കോഴി ആ മുട്ടത്തോട് തെരഞ്ഞു പോകാറുണ്ടോ? നല്ല ഉദാഹരണല്ലേ, പറയേണ്ട ഉദാഹരണല്ലേ ചെറുപ്പക്കാരോട്. അതാ ഇന്ന് സമൂഹത്തിന് കിട്ടുന്ന പാഠം. അവനങ്ങനെയാ മനസ്സിലാക്കുന്നത്. പിന്നെ എനിക്കെന്താ എന്റെ ഉമ്മനോട്, ആ തള്ള പോട്ടെ, ആ തള്ളയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ ഞാൻ 10 മാസം കിടന്നു വിചാരിച്ച് തള്ള പറയണമൊക്കെ കേൾക്കണമെന്നുണ്ടോ? തള്ളനെ സ്നേഹിച്ചോളണമെന്നുണ്ടോ? അങ്ങനെ നോക്കാനൊന്നുമില്ല. തള്ളനെ നോക്കാനൊക്കെ അവിടെ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വൃദ്ധസദനത്തിൽ ഞാൻ കൃത്യമായിട്ട് ഫീസ് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിനാണോ നിന്നെ അവർ വളർത്തിയത്? അതിനാണോ അവർ നമ്മെ വളർത്തിയത്? പരിഗണനയാണ് പ്രധാനം. എന്ത് ചെയ്യുമ്പോഴും മാതാപിതാക്കളോട് ചോദിക്കണം, മാതാപിതാക്കളോട് അന്വേഷിക്കണം. അവർ പറയുന്നത് മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല. എന്നാലും ഉമ്മ, ഉപ്പ, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഉപ്പ ഒന്ന് വരണമെന്ന് കാണണം. ഉപ്പ അഭിപ്രായം പറയണം, ഉമ്മ അഭിപ്രായം പറയണം. ഞാൻ വീട് വെക്കുന്നുണ്ട്, ഉമ്മ ഉണ്ടാകണം അവിടെ, ഉപ്പ ഉണ്ടാവണം. ഉപ്പാന്റെ കൈ കൊണ്ട് കുറ്റി അടിക്കണം, അല്ലെങ്കിൽ ഉമ്മ ആയിക്കോട്ടെ ഉമ്മയുടെ കൈ കൊണ്ടായിക്കോട്ടെ അവിടെ കുറ്റി അടിക്കണം. എന്തൊരു നിങ്ങൾ 1000 ഒരു 10,000 രൂപ ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ ആ കണ്ണുകൾ നനയും. ഉറപ്പല്ലേ? കണ്ണ് നനയും, ഉപ്പാടെ കണ്ണ് നനയും. എന്തിന്? എന്റെ മോനെ, അവൻ എത്ര വലിയ ആളായാലും അവനൊക്കെ ഞാൻ തന്നെ വലുത് എന്നൊരു ഉമ്മാക്ക് തോന്നിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഒരു ഉപ്പാക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങളോളം മാതാപിതാക്കളെ സ്നേഹിക്കുന്നവൻ വേറല്ല. അങ്ങനെ പരിഗണിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? അങ്ങനത്തെ ഒരു പരിഗണന, ആ നിലക്കുള്ളൊരു ബഹുമാനം, എന്തിനും അവരോടൊരു മുശാവറ. ഞാനിപ്പോ അടുത്തിങ്ങനെ ഒരു നെറ്റിലൊരു വിഷയം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഇസ്ലാമിക പ്രബോധകന്റെ ഈ അടുത്ത കാലത്തുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഞാൻ വായിക്കണ്ടായി. ഒരു ഇസ്ലാമിക പ്രബോധകൻ, അദ്ദേഹം യൂറോപ്പിലാണ്. യൂറോപ്പിലുള്ള ഒരു ഇസ്ലാമിക പ്രബോധകൻ, അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു കിഴവിയായ ഒരു സ്ത്രീ ഒരു ആപ്പിള് വാങ്ങിയിട്ട്, ആ കിഴവിക്ക് പല്ലൊന്നുമില്ല, ഉള്ള പല്ലും കൊണ്ട് ആപ്പിൾ ഇങ്ങനെ കടിച്ചു മുറിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കാണും. അപ്പൊ ഇദ്ദേഹം ആ സ്ത്രീയുടെ അരികിൽ പോയിരുന്നിട്ട് ഒരു കത്തി മേടിച്ചു കൊണ്ടുവന്നിട്ട് ആ ആപ്പിൾ ഇങ്ങനെ ചീന്തകളാക്കിയിട്ട് ആ ഉമ്മക്ക് കൊടുക്കണം. പ്രയാസപ്പെടാതെ ഉമ്മ അത് കഴിക്കട്ടെ എന്നുള്ള ഒരു പ്രായം ചെന്നൊരു സ്ത്രീ അത് ചെയ്ത് കണ്ടപ്പോ ഈ ഉമ്മയാണ് പൊട്ടിക്കരഞ്ഞു. ഈ സ്ത്രീ 70-കാരിയായി കിഴവി പൊട്ടിക്കരയ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു പോലും, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, മോനെ, എനിക്ക് 70 വയസ്സായി, എനിക്ക് കുറെ മക്കളുണ്ട്, 10 കൊല്ലമായിട്ട് ഇന്ന് വരെ ഒരു മകൻ എന്നോട് ഇങ്ങനെ ചെയ്തിട്ടില്ല, എന്നോട് മിണ്ടിയിട്ടില്ല. 10 വർഷമായിട്ട് എന്റെ മക്കളെന്നെ കാണാൻ പോലും വന്നിട്ടില്ല. എന്റെ ജീവിതം എങ്ങനെയാണ്? എന്താ മോൻ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ മോൻ ഇതൊക്കെ ചെയ്തു തരുന്നത്? അപ്പൊ ഇയാൾ പറഞ്ഞു പോലും, ഞാനും ഇവിടെ താമസിക്കുന്നത്, എനിക്കൊരു ഉമ്മണ്ട് എന്റെ വീട്ടിൽ, എനിക്ക് മക്കളുണ്ട്. പക്ഷെ ആ ഉമ്മ ഞങ്ങളുടെ വീട്ടിൽ വലിയ രാജ്ഞിയെ പോലെയാണ് ജീവിക്കുന്നത്. ആ ഉമ്മാനോട് ചോദിച്ചിട്ടല്ലാതെ ഞങ്ങൾ പുറത്തു പോകാറില്ല. ആ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല. ആ ഉമ്മയുടെ അഭിപ്രായം മാനിച്ചിട്ടല്ലാതെ ഞങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ഉമ്മക്ക് ആപ്പിള് മുറിച്ചു കൊടുക്കാറുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയ എന്റെ ദീന് എന്നോട് കൽപ്പിച്ച കാര്യമാണ്, എന്റെ മതം എന്നോട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ചെയ്തത്. അപ്പൊ ആ സ്ത്രീ ചോദിക്കുകയാണ്, മോനെ, നിന്റെ മതം ഏതാണ്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഞാൻ മുസ്ലിമാണ്, ഇസ്ലാമാണ്. എന്നെ സൃഷ്ടിച്ച, നിങ്ങളെയും സൃഷ്ടിച്ച സർവ്വലോക പരിപാലകനായ അള്ളാഹു എന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആ സഹോദരി അവിടെ വെച്ച് മുസ്ലിമായി എന്നാണ് ആ പ്രബോധകന്റെ അനുഭവം.
ഇസ്ലാമികമായ ദഅവത്തിന്റെ ഒരു മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, ആരെങ്കിലും നീ മുഖേന ഒരാൾ നന്നായി കഴിഞ്ഞാൽ ഖൈറുൻ ലക മിൻ ഹുംരിൻ നഅം, ചുവന്ന തൊടുത്ത ഒട്ടകങ്ങളെക്കാൾ നിനക്കത് ഖൈറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അയാളിവിടെ അധികമൊന്നും വഴന്നു പറഞ്ഞില്ല. ചിലപ്പോ അങ്ങനെയാണ്, നമ്മളൊരു പെരുമാറ്റം കൊണ്ട് ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വരും. ഇനി വലിയ ആലിമാവൊന്നും വേണ്ട, എല്ലാ ഇൽമും പഠിച്ചിട്ടേ ദഅവത്തിന് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ അറിവ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത് കാണുന്നുണ്ടെങ്കിൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കും. ഞാൻ അത് പറയാൻ വേണ്ടിയല്ല ഇവിടെ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, പലപ്പോഴും ഇന്നത്തെ സ്വഭാവങ്ങൾ അങ്ങനെയാണ്. മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ അവഗണിച്ച് തള്ളി അവരെ മറ്റുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിച്ച് നമുക്കൊരു ഭാരമായി തീരുന്ന ഒരു ദുരന്തത്തിലാണെന്ന് സമൂഹം എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ മാത്രം നമ്മൾ കേട്ടിരുന്ന വൃദ്ധസദനങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ, ഗ്രാമാന്തരങ്ങളിൽ പോലും ഇന്ന് കൂണുപോലെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത്. മാനി ബാപ്പാനി താമസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ എന്താ? നമുക്കൊഴിവില്ല, എനിക്കൊന്നും താല്പര്യമില്ല, പൈസ അയച്ചു കൊടുക്കാം. നിന്റെ പൈസ ആർക്ക് വേണടോ? ആർക്ക് വേണം? അവഗണന, അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൽ ഏറ്റവും പരമപ്രധാനം നമ്മുടെ കാശും പണമൊന്നുമല്ല, അവരെ പരിഗണിക്കണം, എപ്പോഴും പരിഗണിക്കണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഇതിനെതിരെ ചെയ്തവരൊക്കെ അനുഭവിക്കാതെ ദുന്യാവിൽ നിന്ന് ജീവൻ പോകൂല. ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ ഹയാത്തിലുണ്ടെങ്കിൽ ഉടനെ അവരോട് കേണപേക്ഷിക്കണം, പൊരുത്തപ്പെടിക്കണം. ഇന്നൊക്കിന്ന് പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ നാളെ സമയം വൈകരുത്. അവരെ വിളിച്ച് സാന്ത്വനിപ്പിക്കണം, സമാധാനിപ്പിക്കണം. അതിലാണ് നമ്മുടെ വിജയം. യുദ്ധത്തിന് വേണ്ടി പോകാൻ സമ്മതം ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ച ഒരു സഹാബി അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടോ? നിങ്ങൾ പോയ അവരുടെ കാര്യം നോക്കാൻ ആളില്ലാതാവോ? ഉണ്ട് പ്രവാചകരെ, പ്രായമായ മാതാപിതാക്കളുണ്ട്. എന്നാ വീട്ടിക്ക് പോന്ന പറഞ്ഞു. വീട്ടിലേക്ക് പോ, വീട്ടിലേക്ക് പോ. ഫൽസംഹുമാ, അവരുടെ അടുക്കൽ പോയിരിക്കും. അതാണ് നിനക്ക് ഈ ജിഹാദിനേക്കാൾ ഏറ്റവും ഉത്തമം, പുണ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ഏതെങ്കിലും നിലക്ക് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കൂ, ഉടനടി സന്തോഷിപ്പിക്കൂ. ഇടക്കിടക്ക് അവരെ വിളിക്കണം. ഒന്നിനല്ല, വെറുതെ വിളിക്കുക. എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് നമുക്ക്. പ്രായമായ ഉമ്മയും ബാപ്പയല്ലേ വിളിക്കാൻ. ഭാര്യയോട് മണിക്കൂറുകളോളം സംസാരിക്കും. ഉമ്മനോട് ഉപ്പാനോട് എന്താ വിശ്വാസം തന്നെയല്ലേ, വിശേഷമൊന്നുമില്ലല്ലോ, ആയിക്കോട്ടെ, എന്നാ പിന്നെ വെച്ചാളിട്ടാ. സംസാരിക്കാൻ സമയമില്ല. അപ്പാനോടും ഉമ്മാനോടും സംസാരിക്കാൻ മൂടില്ല. നീ വാപ്പി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഒരുപാട് നേരം നീ നിന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു. ഉമ്മ വിചാരിക്കാണ്, എന്റെ മോന് ഫോൺ വെക്കുന്നതിന്റെ ഉപ്പ പറയും ഓളോട്, എന്നാ ഒന്ന് ഉമ്മാ കൊടുത്താ, എന്നാ ഒന്ന് ഉപ്പാ കൊടുത്താ. അപ്പൊ കാത്തോർത്ത് കുത്തിരിക്കാണ്, ഇപ്പൊ വിളിക്കുന്റെ മോന്. അവള് റിസീവറും വെച്ച് പോയി, ഫോൺ വെച്ച് പോയി. ആ ഒരു മനസ്സിന്റെ നടുക്കവും ആ ഒരു മനസ്സിന്റെ വേദനയും നമ്മൾ ആരെങ്കിലും അനുഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി ആ വേദനയുടെ 10 മടങ്ങ് നമ്മളും അനുഭവിക്കാതെ ജീവൻ പോകൂലാണ് നമ്മൾ ഓർത്തോളണം. അത്ര ഗൗരവമാണ് പ്രിയമുള്ളവരെ, അത്ര ഗൗരവമാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണം. എന്നാൽ സഹോദരന്മാരെ, ഇസ്ലാം ഇതിനൊരു മറുവശം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയൊക്കെ നീ അനുസരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടുന്ന നിന്റെ മാതാപിതാക്കൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത വല്ലതും നിന്നോട് നിർബന്ധിച്ചാൽ നീ അനുസരിച്ചു പോകരുതേ. ഉപ്പയോ ഉമ്മയോ നിന്നോട് നിർബന്ധിക്കേണ് ശിർക്ക് ചെയ്യണം,
നിങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു 10,000 റുപ്യ വേണം. എന്താ? നീ അവിടേക്ക് ഒരു കുഴപ്പമില്ലാതെ എത്തി നല്ലൊരു ജോലിയാകാൻ വേണ്ടി ഉമ്മ മമ്പറത്തേക്ക് നേർച്ചയാക്കിയതാ, ഈ പുത്തമ്പള്ളിക്ക് നേർച്ചയാക്കിയതാ, അല്ലെങ്കിൽ ഉള്ളാളത്തെ തങ്ങക്ക് നേർച്ചയാക്കിയതാ. അവിടെ പോയിട്ടൊന്ന് ജാറ് മൂടിക്കോളാന്ന് ഞാൻ ആദ്യം നേർച്ചുണ്ട്. അതുകൊണ്ട് എന്റെ മോന് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് 10,000 രൂപ ഉടനെ അയച്ചു തരണം. ഉമ്മയും പറഞ്ഞു കേൾക്കണം എന്നാണല്ലോ, അതുകൊണ്ട് അയച്ചു കൊടുക്കാം. ഇല്ല, പാടില്ല. إن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما. ആ മാതാപിതാക്കൾ നിന്നോട് എന്നിൽ പങ്കുചേർക്കുന്നവരടക്കമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിന്നോട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഫലാ തുതിഉഹുമാ, നീ അവരെ രണ്ടാളെയും അനുസരിച്ചു പോകരുത്. അവിടെ അള്ളാനെയാണ് അവിടെ മുന്നിൽ കാണുന്നത്. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, പടച്ചവനായ സൃഷ്ടാവായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു പടപ്പിനെയും അനുസരിക്കാൻ പാടില്ല. അത് ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരായിരുന്നാലും റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും ഒരു സൃഷ്ടിയെയും അനുസരിക്കാൻ പാടില്ലെന്ന് ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടുന്ന ഉമ്മയോ ഉപ്പയോ ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി, മോശപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നിന്നോട് ആവശ്യപ്പെട്ടാൽ അനുസരിക്കാനേ പാടില്ല. കാരണം നമുക്ക് അവരെക്കാൾ കടമ റബ്ബിനോടാകുന്നു. അത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. അത് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. പല ആൾക്കാരും അങ്ങനെ ചെയ്യുക. അപ്പൊ ഉമ്മാക്ക് അങ്ങനെ ഇഷ്ടം, പാടിഷ്ടം നോക്കിയതാ, എനിക്കതിന് താല്പര്യമൊന്നുമില്ല, എനിക്കറിയാതെ ശറാമാണ്, ശിർക്കാണ്, ബിദഅത്താണ്, പുത്തനാചാരാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അവർ പറയുമ്പോ എങ്ങനെയാണ് കൂടി കൊടുക്കാതിരിക്കുക? പാടില്ല, പാടില്ല. അങ്ങനെ സഹോദരന്മാരെ, അതിന്റെ ഓരോ വശങ്ങളും നമ്മൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ഖുർആൻ ഒന്ന് പറയുമ്പോ അതിന്റെ മറുവശവും പറയാതെ പോകൂല. ഇതൊക്കെ ഞാൻ ഈ കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ലുഖ്മാനിലുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിന് അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഇസ്ലാം എന്താണോ കൃത്യമായിട്ട് പറയുന്നതെങ്കിൽ ആ കൃത്യമായ നിയമത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ ആരോടൊക്കെ സ്നേഹവും ബഹുമാനവും എത്ര അളവിൽ ഏതൊക്കെ പരിധിയിൽ പരിമിതിയിലും ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യണോ അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് ഇസ്ലാം നമ്മോട് പറയുന്നത്. ഇനി സഹോദരന്മാരെ, ഈ കടമ നമുക്ക് അവര് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. മാതാപിതാക്കളോടുള്ള സ്നേഹവും കടമയും ഒക്കെ അവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. മരിച്ചാലും ഉണ്ട് കടമ. മരണപ്പെട്ടു കഴിഞ്ഞാലും നമ്മളെ ഹയാത്തിൽ മാതാപിതാക്കളില്ലേ, എന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബിമാർ വന്ന് ചോദിച്ചു, പ്രവാചകരെ, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ അവരുടെ മരണശേഷം ഞാൻ അവരോട് നിലനിർത്തേണ്ടുന്ന വല്ല ബാധ്യതകളും കടമകളും ഉണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുണ്ട്, അൽ-ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അവരുടെ പാപം പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എപ്പോഴും. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അത് ജീവിതകാലത്തും മരണശേഷവും നമ്മൾ ദുആ ചെയ്യേണ്ട ദുആയാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും അത് പ്രാർത്ഥിക്കണം. വഫാത്തായി പോയ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമതായി പറഞ്ഞു, അവര് നിന്നോട് നടത്തിയിട്ടുള്ള വസിയത്തുകൾ ഉണ്ടെങ്കിൽ നീ അത് നടപ്പാക്കണം. മാതാപിതാക്കൾ ഹയാത്തിലുള്ള കാലത്ത് അവൻ നിങ്ങളോട് വല്ലതൊക്കെ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നതൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഉപാധി നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹ്ക്ക് എതിരുള്ളതാണ് അവർ വസിയത്ത് പറഞ്ഞതെങ്കിൽ പാലിക്കരുത്. അള്ളാഹു അനുവദിച്ച കാര്യമാണെങ്കിൽ പാലിക്കൽ നിർബന്ധമാണ്. അവിടെയാണ് വ്യത്യാസം. ഒരു വാപ്പ പറയണ മോനോട്, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബർ ഒരുപാട് നല്ല വലുപ്പത്തിൽ പൊക്കിയിട്ട് നല്ല പെയിന്റൊക്കെ അടിച്ച് നല്ല ഉഷാറാക്കിയിട്ട് കൊണ്ടുനടക്കണം കേട്ടോ. പാപ്പന്റെ വസിയത്ത നമ്മൾ പാലിക്കണോ?
പാലിക്കാൻ പാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? ഒരു മുസ്ലിമിന്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെടാൻ പാടില്ല. ആരുടെ ഖബറാണെങ്കിലും പാടില്ല. ഇസ്ലാം അതല്ലേ പറഞ്ഞത്? അതിനെതിരെ ബാപ്പന്റെ വസിയത്തിന്റെ അല്ലെങ്കിൽ ഉമ്മന്റെ വസിയത്തുണ്ടെങ്കിൽ പാലിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതിലേക്ക് നിങ്ങളങ്ങ് എല്ലാം ചേർത്തോ. ഏതൊക്കെ ഇസ്ലാമിലില്ലാത്ത കാര്യം കൊണ്ട് വസിയത്ത് പറഞ്ഞോ, പാലിക്കാൻ പാടില്ല, പാലിക്കാൻ പാടില്ല. അതേ അവസരത്തിൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണോ അവർ നിന്നോട് പറഞ്ഞത്? പാലിക്കൽ നിർബന്ധമാണ്. അവരുടെ വഫാത്തിന്റെ ശേഷം നീ അത് പാലിക്കണം. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ കൂട്ടുകാരെ, അവരുമായി ബന്ധപ്പെട്ടവരോട് നീ ബന്ധം ചേർക്കണം. അവരിലൂടെ നിലനിന്നിരുന്ന ബന്ധങ്ങളെയൊക്കെ നീ നിലനിർത്തണം. അതായത് ഉമ്മയും വാപ്പിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർ കീപ്പ് ചെയ്തിരുന്ന, അവർ നിലനിർത്തിയിരുന്ന കുറെ കുടുംബ ബന്ധങ്ങളുണ്ട്. അതൊന്നും മോനെ നീ മുറിച്ചു കളയരുത്. ഉമ്മ പോയാൽ ഇളയമ്മ, മൂത്തമ്മ, ഉമ്മാന്റെ സ്ഥാനത്ത് നീ കാണണം. അത് ഉമ്മനോട് കാണിക്കുന്ന സ്നേഹ. ബാപ്പ പോയാൽ ബാപ്പന്റെ സ്ഥാനത്ത് മൂത്താപ്പാനി, എളാപ്പാനി കാണണം. അത് ബാപ്പനോട് കാണിക്കുന്ന സ്നേഹമാണ്. നീ അങ്ങനെ രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും മാത്രല്ല, ബാപ്പയും ഉമ്മയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന സുഹൃൽ വലയങ്ങളില്ലേ? കുടുംബമൊന്നുമല്ല, ഇത് ബാപ്പന്റെ ചങ്ങാതിയാണ്, ഇത് ഉമ്മന്റെ കൂട്ടുകാരിയായിരുന്നു. അങ്ങനെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും, ഉമ്മാർക്കും വാപ്പാർക്കും ഒക്കെ കുറെ അടുത്ത കുറെ ഫ്രണ്ട്സ്. അങ്ങനെ ബാപ്പയും മരിച്ചു പോയാൽ ഇവരെ കാണുമ്പോൾ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഹദിയ കൊടുക്കുന്നതും നമ്മളെ ബാപ്പാനോട് കാണിക്കുന്ന സ്നേഹമാണ്. നമ്മുടെ വഫാത്തായി പോയ, മരിച്ചുപോയ ഉമ്മനോട് കാണിക്കുന്ന സ്നേഹമാണ്. ഇനി കൂലിണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു ചെറിയൊരു സംഭവം പറയട്ടെ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യാത്രാവേളയിലാണ്, മക്കയിലേക്കുള്ള യാത്രാവേളയിലായിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക. യാത്ര ചെയ്തു പോകുന്നതിന്റെ ഇടക്ക് ഒരു അറാബി, ആരും കണ്ട അത്ര വിലയൊന്നും വെക്കാത്തൊരു ഒരു കാട്ടറബി എന്നൊക്കെ പറയാവുന്ന ഒരു ഗ്രാമീണനായ ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു. അപ്പോ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വേറെയും കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർ ഒന്നിച്ചിങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോഴാണ് ഇയാളെ കാണുന്നത്, വഴിയിൽ വെച്ച് കാണാൻ. അബ്ദുള്ള റളിയല്ലാഹു തആല വേഗം തന്റെ വാഹനപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങിയിട്ട് ആ ഗ്രാമീണനായ മനുഷ്യന് ചെന്ന് സലാം പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് വളരെ ആദരവ് കാണിച്ച് അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് അദ്ദേഹം കണ്ട് ഇറങ്ങിയിട്ട് ഇയാളെ കയറ്റി തന്റെ ചുമലിലുണ്ടായിരുന്ന അതുപോലെ തന്നെ തലയിൽ ധരിക്കുന്ന വസ്ത്രം അദ്ദേഹത്തിന് കൊടുത്ത് ഭയങ്കരമായ സ്നേഹപ്രകടനവും ആദരവ് പ്രകടനവും വലിയ ബഹുമാനമൊക്കെ കാണിക്കാം. കൂടെയുള്ളവർ ചോദിച്ചു, എന്താ ഇദ്ദേഹം നിങ്ങളായിട്ടുള്ള ബന്ധം? അപ്പൊ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ത്? മാതാപിതാക്കളോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് അവരുമായി നിലനിന്നിരുന്ന സ്നേഹബന്ധങ്ങളെ നമ്മളും നിലനിർത്തൽ. എന്റെ ബാപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനായിരുന്നു ഇദ്ദേഹം എന്നല്ല, ഇദ്ദേഹത്തിന്റെ ബാപ്പ. ഇദ്ദേഹമല്ല, ഈ ഗ്രാമീണനായ മനുഷ്യനല്ല, ഇയാളുടെ ബാപ്പ, എന്റെ ബാപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദീഖായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തോട് ഞാൻ കാണിക്കുന്ന സ്നേഹപ്രകടനം എന്റെ ബാപ്പയാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ കാണിക്കുന്ന പുണ്യമാണ്. അതെന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതാണ്. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്തൊരു സുന്ദരമായ മാതൃക. അത് അവരുടെ മരണശേഷം നമ്മൾ അവരോട് നിലനിർത്തിയിടുന്നൊരു സ്നേഹമാണ്. അതിപ്പോ ഭാര്യ മരിച്ചാലും അങ്ങനെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെട്ട, ഒരുപാട് കാലം കൂടെ കഴിഞ്ഞ, മക്കളെ പ്രദാനം ചെയ്ത ഭാര്യയായിരുന്നല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ വല്ല ആടിനെയൊക്കെ അറുക്കുകയാണെങ്കിൽ ഇറച്ചിയിൽ നിന്ന് ഒരു വിഭവം, ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖദീജന്റെ കൂട്ടുകാരികൾക്ക് കൊണ്ടുപോയി കൊടുക്ക്.
അത് വഫാത്തായിപ്പോയ മരിച്ചുപോയ ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹപ്രകടനമാണ് ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ. അങ്ങനെയാണ്. നമ്മളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വാപ്പുണ്ടെങ്കിൽ, വാപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വാപ്പാന്റെ കൂട്ടുകാരുണ്ടാവും. അവരെ കാണുമ്പോഴൊക്കെ നമ്മളൊരു ബഹുമാനവും സ്നേഹപ്രകടനവും വല്ലതൊക്കെ ഹദിയ കൊടുക്കുക. വാപ്പനോടുള്ള സ്നേഹപ്രകടനം പോലെ. ഉമ്മാടെ ജീവിതകാലത്ത് ഉമ്മാക്ക് കുറെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ ആ നിലക്ക് കാണാൻ ഇസ്ലാം പറയുന്നു. അപ്പൊ സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളോടുള്ള പുണ്യം, അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും എത്രത്തോളമാണെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പ്രവൃത്തിപദത്തിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് മാറി നിൽക്കാറ്. ഞാൻ ഈ പറഞ്ഞ വശങ്ങളൊക്കെ, അതിൽ ഏറ്റവും പരമപ്രധാനമായത് ആദ്യം പറഞ്ഞത് മറക്കരുത്. നാം മനസ്സിലാക്കിയ സത്യത്തിന്റെ സന്ദേശം ആ മാതാപിതാക്കളുടെ കാതുകളിൽ എത്തിക്കാൻ മറക്കരുതേ. അവർ നരകത്തിയിൽ പോകാൻ ഇടവരുന്ന എന്തെങ്കിലും സ്വഭാവം അവരിൽ ഉണ്ടെങ്കിൽ തിരുത്താൻ മറക്കരുതേ. പക്ഷെ അതിന് നമ്മൾ നന്നാവണം. നമുക്കത് പറയാൻ അറിയണം. നമുക്കവരോട് ഉപദേശിക്കാൻ മാത്രം നമ്മൾ അതിന് യോഗ്യരാവണം. നമ്മുടെ ജീവിതത്തിൽ അത്തരം തിന്മകളൊന്നും ഇല്ലാതിരിക്കണം. അതിനുകൂടി നമുക്കതൊക്കെ പ്രേരകമായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാതാപിതാക്കളെ നല്ല നിലക്ക് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ലവരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ ഹയാത്തുള്ളവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളിൽ അള്ളാഹു എല്ലാ രൂപത്തിലുള്ള ഭയങ്ങളിൽ നിന്നും അവർക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.